അപ്പോൾ ഒരു കാര്യം പറയാൻ ഉദ്ദേശിച്ചത്, ഇന്ന് 5 ജൂലൈ 2025 എൻ്റെ പ്രധാനമന്ത്രിക്ക് സുരേഷ് ഗോപി സാറാണ്. അപ്പോൾ ജപ്പാൻകാരുടെ നമ്മളൊരു വനിതയുടെ അന്ത്യശാസനം ഇന്ന് നിലനിൽക്കുക. അതായത് നാളെ നേരം വെളുത്താൽ ഈ ലോകം നശിക്കും എന്നാണ് അവർ അന്ത്യശാസനം ചെയ്തിട്ടുള്ളത്. അതിന് ഞാനൊരു ചെറിയൊരു മറുപടി പറഞ്ഞു. ആ മറുപടി പറഞ്ഞതിൽ ഒരു 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ട്. അതായത് പിന്നെ ഒരു 20 കൊല്ലം 4 കൊല്ലം 6 മാസമൊക്കെ രാത്രി പകലും ഉണരാതെ ഉറക്കത്തിൽ കിടന്ന്, അത് നമ്മൾ കിടക്കുന്നതല്ല, നമ്മളെ ഉറക്കുന്നതാണ്. അങ്ങനെയുള്ള സംവിധാനത്തിൽ ഇതുവരെ ഭക്ഷണം വെള്ളമൊന്നും കഴിക്കാണ്ട് ഇരുന്ന ഒരാൾക്ക് എന്തെങ്കിലും പറയുമ്പോൾ സൂക്ഷിക്കണം. അതാണ് സൂക്ഷിക്കണം. മറ്റൊന്നും കാര്യമില്ല. അത് ഭയങ്കര അപകടമാണ്. അത്തരത്തിൽ ഇവരുണ്ടോ എന്ന് ചോദിച്ചു നോക്കുമ്പോൾ അതിന് പിന്നെ ഉത്തരവില്ല, ബാക്കിയുള്ളതുമില്ല. അപ്പം പിന്നെ നടക്കില്ല. നമ്മളെ നേപ്പാളികൾക്ക് ഇതുപോലെ ഒരു അനുഭവം വന്നു. ഒരു സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ചാൽ ഒരു 11:30 മണി സമയത്ത് കുട്ടികളെ ഇങ്ങനെ നേരെ എടുത്തിട്ട് ആ വാതിലിൻ്റെ പുറത്ത് കൂടെ ഇങ്ങനെ പുറത്തേക്കാണ്ട് എറിയുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വരാം, ഞാൻ വരികയും ചെയ്യാം. നമുക്കത് പരിശോധിക്കാം, കാരണം അതിന് ചുറ്റുപാട് നമുക്ക് കഴിയും. അങ്ങനെ 2-3 തവണ പറഞ്ഞ സമയത്ത് ഇപ്പം അത് കാണുന്നില്ല. ഞാൻ ചെയ്യും, എനിക്കതിനൊക്കെ സിമ്പിളാണ്. പക്ഷേ തിരിച്ച് വരുമ്പോൾ ചില കാര്യങ്ങളും ചെയ്യും. അത് മാത്രമല്ല എനിക്ക് തോന്നിയതാണ് ചെയ്യുക. അപ്പോൾ 3 മിനിറ്റിൽ മരുന്ന് വെക്കാൻ സാധിക്കും. അത് VS അച്യുതാനന്ദനായാലും നിങ്ങൾക്കായാലും ഒന്നുണ്ട്, നമുക്ക് സപ്പോർട്ട് ചെയ്യണം, അല്ലാണ്ട് നടക്കില്ല. എനിക്ക് ചിലവുള്ള പൈസയും തരണം. അതുപോലെ ഏത് ക്യാൻസർ ആണെങ്കിലും പട്ടി കടിച്ചതാണെങ്കിലും 1 മണിക്കൂർ നേരം കൊണ്ട് കൈകാര്യം ചെയ്യാം. തീപ്പൊള്ളിയതാണെങ്കിലും നമുക്ക് വിഷയമില്ല. പക്ഷേ നമുക്കൊരു ടൈമുണ്ട്. പുലച്ചെന്ന് ഇപ്പം നല്ല ടൈമാണ്, 4 മണി മുതൽ 8:30 മണി വരെ. ഞാൻ അടിച്ചു കണ്ടോ, ഇപ്പം 4 മണിക്ക് അടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അടിച്ചു, എനിക്ക് ഫോൺ വന്നാലും ഇല്ലെങ്കിലും ഞാൻ ആ സ്റ്റഡിയിലുണ്ട്. ഞാൻ അവിടെ ഇങ്ങനെ ഉണ്ടാവും. നിങ്ങൾ വരില്ല, നിങ്ങളെല്ലാവരും മുടക്കി കൊടുത്ത റാസിഫ് മുടക്കി കൊണ്ടുണ്ട് എന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലതും കണ്ട മൂലയിലിരിക്കുന്നത്. ഇനി എന്തായാലും നമുക്കിതിനൊരു മാറ്റം വേണം. ആ മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കണക്കാക്കണ്ട, ഇവിടെ വിജയിക്കാൻ കഴിയുമെന്ന് കണക്കാക്കണ്ട. അതിനൊരു നാശമുണ്ട്. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് രോഗത്തിന് മരുന്ന് എൻ്റെ കയ്യിലുണ്ട്. ഏത് രോഗമാണെങ്കിലും അത് എൻ്റെ മരുന്ന് ഒരിക്കലും ഉപയോഗിച്ച് അതിൻ്റെ റിസൾട്ട് വന്ന ആൾക്ക് അയാൾ അടിച്ച് നടക്കാൻ തുടങ്ങിയാൽ ഇനി രണ്ടാമത് അയാൾക്കൊരു പരാതി പറയണമെങ്കിൽ എൻ്റെ ഒരു കണക്കിൽ ഇതുവരെ 70 കൊല്ലമായിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. 70 കൊല്ലമായിട്ട് കണ്ടിട്ടില്ല. ഇനി അത് സാധിക്കണം. അതിന് അയാളെ വണ്ടി പൊട്ടണം, അല്ലെങ്കിൽ ഉയരത്തുനിന്ന് വീഴണം, അല്ലെങ്കിൽ ആരെങ്കിലും വെട്ടണം, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും അപകടം അയാൾക്ക് വരാണ്ട് അയാൾക്കൊരു പരാതി കിട്ടേണ്ട കാര്യം പ്രയാസമാണ്. എൻ്റെ ഒരുപാട് മരുന്ന് വെച്ച ആളുകൾ നല്ല അന്തസ്സായിട്ട് നടക്കണം. എന്നോട് തന്നെ വില പേശലുണ്ട്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ കറണ്ട് പിടിച്ചിട്ട് മുകളിൽ നിന്ന് താഴേക്ക് വീണ കാക്കയ്ക്ക് നിങ്ങൾ വെള്ളം കൊടുത്താൽ കാക്കക്കൂട്ടം ഒന്നായിട്ട് നിങ്ങളെ ആക്രമിക്കും. അങ്ങനെയാണ് മലയാളികൾ. ബുദ്ധിയില്ലാത്തവരാണ് മലയാളികൾ, പ്രാന്താലയമാണ് മലയാളികളുടെ. ഇപ്പോൾ കണ്ടോ, കേരളത്തിലെ ഇരട്ടച്ചങ്ക സ്വന്തം ആവശ്യത്തിന് കക്കൂസിൽ പോകാൻ അമേരിക്കയിൽ പോയി. മുഴുവൻ ആശുപത്രികളെ പൊളിക്കണം. ഇത് ഞാൻ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ആശുപത്രികൾ പൊളിക്കാണ്ട് വെക്കുന്നത് തെറ്റാണ്. അവരുടെ സ്കാനിങ് മുഴുവൻ തട്ടിപ്പാണ്. അതേമാതിരി പിന്നെ CH സെൻറ്ററിൽ നടക്കുന്ന CH സെൻറ്ററിൽ മാത്രമല്ല, കിഡ്നി ഡയാലിസിസ് മുഴുവൻ തട്ടിപ്പാണ്. മുഴുവൻ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊല എന്നാണ് ഇതിന് പറയാം. കൊല അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. കൊല അത് രണ്ടുമാണ്. CH സെൻറ്ററിൽ മാത്രമല്ല, ഇത്തരത്തിൽ എവിടേക്കാണ് ചെയ്യുന്നതെങ്കിൽ അത് ഫുള്ളായിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഒരു CH സെൻറ്ററൊന്നുമില്ല. അപ്പോൾ ഇസ്ലാമിയത്തിലുള്ള ആളുകൾ ചെയ്യുമ്പോൾ ഇത് ചിന്തിക്കണം, ഇതിങ്ങനെ തട്ടിപ്പാണ്. നമ്മൾ കഴിയുമെങ്കിൽ അവർക്ക് സ്നേഹം ചെയ്യണം എന്ന് ഓരോ മുസ്ലിമും ചിന്തിക്കണം. ഞാൻ വെറുതെ നിങ്ങളെ ഒരാളെ കുറ്റം പറഞ്ഞൊന്നുമില്ല, കൃത്യമായ കാരണം വെച്ചുകൊണ്ട് അതിൻ്റെ ഉപകാരവും അതുപോലുള്ളവർക്ക് എത്തണം. അപ്പോൾ നമുക്ക് വേണ്ടത് പിന്നെ പരസ്പരം മുസാഫറ, ദുആ കൊണ്ട് മുസാഫിറ ചെയ്യണം. 3 മിനിറ്റിൽ ഒരു ദുആ ചെയ്യുന്ന പണ്ഡിതന്മാരെ ഒരാളെയും സമസ്ത ഇതുവരെ പുറത്തിറക്കിയില്ല. ഇറക്കാൻ അവർക്ക് അറിവുമില്ല. കാരണം അവരെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. അവരിപ്പോൾ പഠിപ്പിച്ച് 250 പവൻ്റെ ആഭരണം കൊണ്ടുപോയിട്ടാലേ സ്വർഗ്ഗങ്ങൾക്ക് തരാനുള്ളത് സമസ്ത പഠിപ്പിച്ചാണ്. മനസ്സിലായില്ലേ? ഒരു കിണർ നിറച്ച് നോട്ട് കൊണ്ടുപോയിട്ടാൽ സമസ്ത പഠിപ്പിച്ചാണ്.
അല്ലാതെ മറ്റൊരു വലിയ പഠിപ്പിക്കാനില്ലല്ലോ. വേറെ ഒരാളും ഇല്ല, വന്നവർ സമ്മതിക്കില്ല. ഇല്ലേന് വന്നാൽ സമ്മതിക്കില്ല. ഇപ്പം സമ്മതിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും ഒടുക്കത്തെ തെളിവാണ് ഇപ്പം ഞാൻ നിങ്ങളോട് ഒന്നും പറയുന്നത്. എനിക്കിത് രാത്രിയും പകലൊക്കെ നശിപ്പിക്കാൻ കഴിയും. അപ്പോൾ അള്ളാഹു പിന്നെ എനിക്കും നിങ്ങൾക്കും തന്നിട്ടുള്ള നല്ല ഇസത്ത് നല്ല രീതിയായിട്ട് കണ്ട് നല്ല ചുറ്റുപാടുണ്ടാവണം. അതായത് പിന്നെ മൗലവിമാർക്ക് തൻ്റെ പദവി മുത്തല്ലിമീങ്ങളെ നിങ്ങൾ പഠിപ്പിക്കാൻ നിന്നാൽ അത് നല്ല കാര്യമാണ്. പഠിപ്പിക്കാൻ നിന്നാൽ അതിൻ്റെ കാര്യങ്ങൾ കൂടി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതായത് ഭാര്യയില്ലാത്തവർ, ഭർത്താവില്ലാത്തവർ, ഒറ്റപ്പെട്ടവർ, ഇവർക്ക് ആദ്യം ഒരു ഇണയും തുണയും ഉണ്ടാക്കണം. അത് മാത്രമല്ല അവരെ ഇരിക്കക്കൂര. മറ്റൊരാൾ യത്തീമാകാനും ഇതുവരെ ഉണ്ടായ കാരണങ്ങൾ ഫുള്ളായിട്ട് ഇംഗ്ലീഷ് മരുന്ന് തട്ടിപ്പാണ്, പഴയ ആയുർവേദ മരുന്ന് തട്ടിപ്പാണെന്നുള്ള കാര്യം നിങ്ങൾ അറിയണം. ഒരാൾ വെറുതെ എത്തിയമായതല്ല, ഇവർ മനഃപൂർവ്വമാക്കിയതാണ്. ഒരാൾ വെറുതെ കിടപ്പ് രോഗിയാവുന്നില്ല, ഇവർ മനഃപൂർവ്വമാക്കിയതാണ്. കാരണം നമുക്ക് കഴിയാവുന്ന ഏത് കാര്യം, ഇപ്പം നമ്മളെ എന്തൊരു സാധനം കേടുന്നാലും അത് വെൽഡ് ചെയ്ത് നന്നാക്കാൻ പറ്റും. ഒരു ചർച്ച് ഭാഗമൊക്കെ ചിലപ്പോൾ ചോരട്ടീനും ചെത്തിയിട്ടൊക്കെ കളഞ്ഞിട്ട് നന്നാക്കേണ്ടി വരും. ഇതിൻ്റെ മരുന്നിൽ നിങ്ങൾ ഒരു ശരീരം മുറിച്ച് കളയാൻ തന്നെ അത് വൃത്തിയായിട്ട് നന്നാക്കാൻ പറ്റും. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അവിശ്വസിക്കുമ്പോൾ അതിൻ്റെ പ്രശ്നമില്ല. എനിക്കിതൊന്നും നന്നാക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മളെ ലീഗുകാരുടെയും എല്ലാ പഞ്ചായത്ത് മെമ്പർമാരെയും MLA-മാരെയും മോശമായ സമീപനം. അപ്പോൾ നിങ്ങൾ ഇവരൊക്കെ പരസ്യ വിചാരണ ചെയ്യാൻ പുറപ്പെട്ടാൽ ഞാനാണ് ആദ്യം രക്ഷപ്പെടുന്നത്. പരസ്യ വിചാരണ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഇസ്ലാമിൽ എൻ്റെ വീഡിയോയിലുണ്ട് ഓരോ മരുന്നിൻ്റെ പാക്കറ്റുകളെ കുറിച്ചൊക്കെ അതിൻ്റെ മുമ്പത്തെ സംവിധാനങ്ങളുണ്ട്. അത് മോശത്തിലാക്കിയത് CR ആസിഡ് അണ്ടറിലുള്ള ഏകദേശം 35 കോടി മുസ്ലിം ലീഗരാണ്. നിങ്ങൾ അവരെ പരസ്യ വിചാരണ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതല്ല, ഇത് ഘട്ടം കഴിഞ്ഞ് നിങ്ങൾ മയ്യത്ത് എന്നൊരു ചുമതല വരും. അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഖബറിൽ കിടക്കാൻ പറ്റില്ല. അവിടെ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഇതിൻ്റെ ഈ പരാതി പടച്ചറപ്പിൻ്റെ മുമ്പിൽ ഹാജരാക്കിയതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അതിൻ്റെ മുഴുവൻ സപ്പോർട്ടും ക്രെഡിറ്റും എനിക്ക് കിട്ടും. മനസ്സിലായില്ലേ? നിങ്ങളത് മനസ്സിലാക്കണം. എൻ്റെ കല്യാണം മുടക്കിയ നിങ്ങളൊന്നും മരിച്ചിട്ട് കവറിൽ പോയി കിടക്കേണ്ട നായകളെ.